ബോക്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും കനവില്ലെങ്കിൽ തന്നെ ഏപ്രിൽ 30-ാം തീയതിക്കുള്ളിൽ നമ്മളിത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എയർബഡ് ഈ ഒരു മോഡലിൽ 5 ക്യാമറയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റിസർച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം വേറെ കുറേ മോഡൽസ്, അതായത് വേറെ നമ്മുടെ ഒപ്പോയുടെ ആണെങ്കിലും വിവോയുടെ ആണെങ്കിലും അങ്ങനെ കുറേ മോഡൽസ് നമുക്ക് ഈ ഒരു നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ മോഡലായ A73 എന്ന് പറയുന്ന സാംസങ്ങിൻ്റെ ഈ ഫോണിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിയ പുതിയ ഫോണാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പെക്കും ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ, അതായത് ചെറിയ ഒരു 2 ഡേയ്സിൻ്റെ ഒരു യൂസർ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. അപ്പോൾ നമുക്കിനി ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് ആദ്യം ജസ്റ്റ് നോക്കാം. നമുക്ക് ഏകദേശം ഈ ബോക്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും കനവില്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ചാർജർ ഇല്ല. കാരണം ഇപ്പോഴത്തെ നമ്മുടെ എന്നാ പറയുന്നത് ഐഫോണിൻ്റെ ആ രീതിയിൽ തന്നെ ചാർജർ വരുന്നില്ല. നമുക്ക് ഈ ബോക്സിനകത്ത് എന്തുണ്ടെന്ന് ആദ്യം നമുക്ക് നോക്കാം. ആദ്യം ഇതിനകത്ത് വരുന്ന ഒരു ചെറിയൊരു ബോക്സാണ്. അതിനകത്തൊരു ലോഗോ ഉണ്ട്, സാംസങ്ങിൻ്റെ ലോഗോ അവൈലബിൾ ആണ്. ഇതിനകത്ത് കുറച്ച് മാനുവൽ ബുക്സ് അവൈലബിൾ ആയിരുന്നു, ഒരു സ്റ്റാർട്ടപ്പ് മാനുവലും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു പിന്നുണ്ട്, സിം ഇജക്ടർ ആയിട്ടുള്ള ഒരു പിന്നും വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഒരു C2C കേബിളാണ് വരുന്നത്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും, ഒരു C2C കേബിളാണ് വരുന്നത്. പക്ഷേ ചാർജർ ഇല്ല. അതിപ്പം ഏറ്റവും വലിയൊരു അടിയായി. കാരണം കുറച്ചൊരു ഡിസ്കൗണ്ട് അല്ലെങ്കിൽ കുറച്ച് ഫോണിൻ്റെ റേറ്റ് കുറയ്ക്കാൻ അല്ലെങ്കിൽ അത് മേടിക്കാൻ വേണ്ടിയിട്ട് അതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് സാംസങ്ങും കൂടെ കൊണ്ടുവരുന്നത്. നമുക്ക് ഇനിയിപ്പം ഈ കാര്യങ്ങളെല്ലാം കണ്ടു. നമുക്ക് തൽക്കാലം ഈ മാനുവൽസും നമ്മുടെ കേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മുടെ ഫോണിലോട്ട് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് ഈ ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഇപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു 3 സ്വിച്ചസ് വരുന്നുണ്ട്. കാണുമ്പോൾ 2 സ്വിച്ചായിട്ട് തോന്നുമെങ്കിൽ ഒന്ന് പവർ ബട്ടണും പിന്നെ നമ്മുടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണാണ് വരുന്നത്. പിന്നെ ഈ സൈഡിലോട്ട് വേറെ ഒന്നും വരുന്നില്ല. താഴെ ഒരു സ്പീക്കർ വരുന്നുണ്ട്, പിന്നെ ഒരു C പോർട്ട് വരുന്നുണ്ട്, ഒരു മൈക്ക് വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് നോക്കിയാലും ഒന്നുമില്ല. പിന്നെ മേളിലൊരു സിം ട്രേ ഉണ്ട്, സെക്കൻഡറി മൈക്കും കൂടെ വരുന്നുണ്ട്, അതായത് നോയ്സ് ക്യാൻസലേഷന് വേണ്ടി ഒരു മൈക്കും കൂടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ 4 ക്യാമറാസും ഒരു ഫ്ലാഷും പിന്നെ സാംസങ്ങിൻ്റെ ഒരു വലിയൊരു ലോഗോയും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സ്ക്രീനിലും നമുക്കൊരു പഞ്ച് ഹോൾ ക്യാമറ വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ആണ് വരുന്നത്, പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്ക്രീനിനെ കുറിച്ച് ആദ്യം തന്നെ നമുക്ക് സംസാരിക്കാം. നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ച് വലിയ സ്ക്രീനാണ്. ഈ വലിയ സ്ക്രീനിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 6.7 ഇഞ്ചാണ് വരുന്നത്. അതും സൂപ്പർ ആമോ LED ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിത് ഓടിക്കുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലാവും നല്ല റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഇതിൻ്റെ 120 Hz ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നത്. കാരണം നല്ല സ്പീഡാണ്, നമുക്ക് അത്യാവശ്യം ഗെയിമിങ്ങിനും കാര്യങ്ങൾക്കെല്ലാം നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് വരുന്ന സ്ക്രീൻ അല്ല വരുന്നത്. ഇതിൽ 60 Hz അല്ലെങ്കിൽ 120 Hz മാത്രമാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് പറയാനില്ല. കാരണം 60 ആക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബാറ്ററിയുടെ ലൈഫ് കുറച്ചുകൂടെ കിട്ടുന്നുണ്ട്. 120 ആക്കി കഴിഞ്ഞാൽ കുറച്ചൊരു ബാറ്ററി ലൈഫ് ഒരല്പം താഴും. അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് സ്ക്രീൻ കാണുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് മനസ്സിലാവും ഇതിൻ്റെ ഗൊറില്ല ഗ്ലാസ് 5 ആണ് വരുന്നത്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് 5 ആണ് വരുന്നത്. 5ൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് താഴേക്ക് വീഴുകയാണെങ്കിൽ പോലും പെട്ടെന്ന് പൊട്ടത്തില്ല. നല്ലൊരു ഫീച്ചറാണ് അവരത് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ബാറ്ററിയുടെ സൈഡിലോട്ടൊന്ന് പോവാം. ബാറ്ററിയുടെ സൈഡ് നോക്കുമ്പോൾ ജസ്റ്റ് ഞാൻ ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ ഒന്ന് എടുക്കാം. അപ്പോൾ അതിനകത്ത് നമ്മുടെ ബാറ്ററിയുടെ യൂസേജും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഇത് 4 മണിക്കൂർ മുമ്പ്, 4 മണിക്കൂർ 13 മിനിറ്റ് മുമ്പ് ഞാൻ ഫുൾ ചാർജ് ചെയ്തതാണ്. ഇപ്പം ഏകദേശം 94% ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാൻ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഇതാണ് ഞാൻ പറയുന്നത്. 5000 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. പിന്നെ 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഫാസ്റ്റ് ചാർജർ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് കയ്യിൽ കാശ് കൊടുത്ത് തന്നെ മേടിക്കേണ്ടി വരും. അതൊരു വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് തന്നെ ഞാൻ പറയും. നെക്സ്റ്റ് ഇനിയിപ്പോൾ ഇതിനകത്ത് വരുന്ന നമുക്ക് ഇതിൻ്റെ പ്രോസസ്സർ ഒന്ന് ജസ്റ്റ് നോക്കാം. ഇതിന് വരുന്ന സ്നാപ്ഡ്രാഗൻ്റെ 778G 6 നാനോമീറ്റർ വരുന്ന പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 778 എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ചിങ്ങിൽ, അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിങ് വളരെ ഒരു എന്നാ പറയുന്ന ഒരു ഡ്രോബാക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരു മിഡ് റേഞ്ച് പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു റേഞ്ചിന് താഴെയുള്ള മോഡൽസിന് വരെ നമുക്ക് 888 തന്നെ നമുക്ക് കിട്ടുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ 888 നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഇതിന് 778 കൊടുത്ത ഒരു ഡ്രോബാക്ക് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജിനെയും ഇതിൻ്റെ റാം കപ്പാസിറ്റിയും കുറിച്ച് നമുക്കൊന്ന് പറയാം. ഇതിന് വരുന്നത് 128 GB ഉണ്ട്, 256 GB ഇൻറ്റേർണൽ വരുന്നുണ്ട്. അതിൽ 8 GB റാം ആണ് രണ്ടിലും വരുന്നത്. അപ്പം ഈ വന്നിരിക്കുന്ന ഫോണിൽ 128 GB ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് നമുക്ക് SD കാർഡ് വെച്ച് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. അതായത് 1 TB വരെ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ഇൻറ്റേർണൽ മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പം പല ബ്രാൻഡ്സിലും നമുക്ക് ഈ ഒരു മെമ്മറി കാർഡ് ഇടുന്നൊരു ഓപ്ഷൻ ഇല്ലാതെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു മോഡൽസിൽ അത് വരുന്നത് ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് ഇതിൻ്റെ കണക്ടിവിറ്റിയെ കുറിച്ചൊന്ന് ജസ്റ്റ് നോക്കാം. ഇതിനകത്ത് വരുന്ന വൈഫൈ വരുന്നത് 6 ആണ് വരുന്നത്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ് വരുന്നത്. പിന്നെ ബ്ലൂടൂത്ത് വരുന്നത് 5 ആണ്.
പിന്നെ നമുക്ക് NFC അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് സാംസങ് പേയും കൂടെ ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ്രോയിഡ് വെർഷൻ വരുന്ന 12 ആണ് ഇതിനകത്ത്. പിന്നെ സാംസങ്ങിൻ്റെ 1UI 4.1 ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടും ലേറ്റസ്റ്റ് വേർഷൻ തന്നെയാണ്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ ക്യാമറയുടെ സൈഡിലോട്ടൊന്ന് പോവാം. നമുക്ക് ഈ ഒരു മോഡലിൽ 5 ക്യാമറയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 5 ക്യാമറ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ കൂടെ കൂട്ടിയാണ് നമുക്ക് ഫ്രണ്ടിൽ ഒരു ക്യാമറയും ബാക്കിൽ 4 ക്യാമറയാണ് നമുക്ക് വരുന്നത്. ഏകദേശം ഇതിൻ്റെ ബാക്ക് കാണുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു എന്നാ പറയുക, നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് കയറി വരുന്ന നമ്മുടെ സാംസങ്ങിൻ്റെ Note 20 അൾട്രയുടെ സെയിം ഒരു ഡിസൈൻ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് എല്ലാവർക്കും കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ഈ ഒരു ഷേപ്പ് ഒരു റെക്ടാംഗിൾ ഷേപ്പാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ റെക്ടാംഗിൾ ഷേപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലോട്ട് വന്നപ്പോൾ ഈ സൈഡെല്ലാം ഒന്ന് കേർവ് ആക്കിയിട്ടുണ്ട്, ഒരു ഇച്ചിരി കേർവ്ഡ് ആയിട്ട് ആക്കിയിട്ടുണ്ട്. നമുക്കെല്ലാം കാണുമ്പോഴത്തേക്കും നല്ല വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് വരുന്ന ക്യാമറാസ് ഞാൻ പറഞ്ഞ പോലെ 4 എണ്ണമാണ് ബാക്കിൽ വരുന്നത്. അതിൽ മെയിൻ ക്യാമറ നമ്മുടെ ഈ സെൻട്രലാണ് കൊടുത്തിരിക്കുന്നത്. അത് 108 മെഗാ പിക്സലാണ് അതിൻ്റെ ക്യാമറ വന്നിരിക്കുന്നത്. അത് 1.8 ആണ് വരുന്നത് അപ്പാച്ചർ വാല്യൂ വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 12 മെഗാ പിക്സലാണ് വരുന്നത്. അത് വൈഡ് ആംഗിൾ ആണ് വരുന്നത്. നമുക്ക് വൈഡ് ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. അതിൻ്റെ അപ്പാച്ചർ വാല്യൂ വരുന്നത് 2.2 ആണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന 2 5 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. ഒരെണ്ണം ഡെപ്തും അത് 2.4 ആണ് വരുന്നത്. പിന്നെ മാക്രോ ഒരു ലെൻസും കൂടെ വരുന്നുണ്ട്. അതും 5 മെഗാ പിക്സലാണ് വരുന്നത്. അതും 2.4 ആണ് നമുക്ക് ബാക്കിലത്തെ ക്യാമറ വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലത്തെ ക്യാമറയും കൂടെ ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ അത് പഞ്ച്ഡ് ഹോളാണ് ക്യാമറ വരുന്നത്. ഇൻ ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. അതിന് 32 മെഗാ പിക്സലാണ് വരുന്നത്. ഈ ഒരു ക്യാമറയ്ക്ക് നമ്മുടെ അപ്പാച്ചർ വാല്യൂ വരുന്നത് 2.2 ആണ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ അപ്പാച്ചർ വാല്യൂ വരുന്നത്. മെയിൻ ക്യാമറയ്ക്കകത്ത് OIS ഉണ്ട്, അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസിങ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എന്നാ പറയുക, നമ്മുടെ സാധാരണയൊക്കെ ക്യാമറ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ ഷേക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ഒപ്റ്റിക്കലായിട്ട് തന്നെ ഇമേജ് സ്റ്റെബിലൈസ് ചെയ്യുന്നുള്ളതുകൊണ്ട് നമ്മുടെ ഏകദേശം നമ്മുടെ GoPro കാര്യങ്ങളൊക്കെ ഉള്ള സെയിം ഫീച്ചർ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അധികം ഷേക്കോ കാര്യങ്ങളൊന്നും വരാതെ തന്നെ നമുക്ക് ഇതിനകത്ത് നല്ല രീതിക്കുള്ള വീഡിയോസ് എടുക്കാൻ സാധിക്കും. ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലൊരു ഡൗട്ട് തോന്നി, ഇതിൻ്റെ പ്രൈസ് മാത്രം പറഞ്ഞില്ലല്ലോ. പ്രൈസിലോട്ടാണ് നമ്മൾ വരുന്നത്. അതായത് ഇതിൻ്റെ പ്രൈസ് MRP കൊടുത്തിരിക്കുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കും. പ്രൈസ് കൊടുത്തിരിക്കുന്നത് 47,490 ആണ് ഇതിൻ്റെ പ്രൈസ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം നമുക്ക് സാംസങ്ങിൻ്റെ ഓൺലൈനിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. 42,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതായത് 42,000 ആണ് റേറ്റ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചാർജർ, അതായത് 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഈ ഒരു ചാർജർ നമുക്ക് ഇതിനകത്ത് കിട്ടത്തില്ല. ഇതും കൂടെ അഡീഷണൽ മേടിക്കണം. ഇതിന് 1,500 രൂപ വരുന്നുണ്ട്. 1,699 ആണ് MRP കൊടുത്തിട്ടുള്ളതെങ്കിലും 1,500 രൂപയ്ക്ക് നമുക്കിത് കിട്ടും. പിന്നെ ഇപ്പം നിലവിൽ സാംസങ്ങിൻ്റെ ഓൺലൈൻ സൈറ്റിൽ നമുക്ക് എടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതിപ്പം ഈ മാസം നമ്മളൊരു 30-ാം തീയതിക്കുള്ളിൽ, അതായത് ഏപ്രിൽ 30-ാം തീയതിക്കുള്ളിൽ നമ്മളിത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാലക്സി ബഡ്സ് നമുക്ക് 500 രൂപയ്ക്ക്, അതായത് 8,000 രൂപ വില വരുന്ന ഗാലക്സി ബഡ്സ് നമുക്ക് വെറും 500 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അതും കൂടെ വരുന്നുണ്ട്. അതിൻ്റെ അൺബോക്സിംഗ് കൂടെ എൻ്റെ ചാനലിൽ ഞാൻ ഉടനെ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. ഫോണിൻ്റെ ഏകദേശം കുറച്ച് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നമ്മളിപ്പം കണ്ടു. അപ്പോൾ ഇതിൻ്റെ പ്രൈസും എല്ലാവർക്കും മനസ്സിലായി. ഇനിയിപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു ഫോൺ എടുക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം വേറെ കുറേ മോഡൽസ്, അതായത് വേറെ നമ്മുടെ ഒപ്പോയുടെ ആണെങ്കിലും വിവോയുടെ ആണെങ്കിലും OnePlusൻ്റെ ആണെങ്കിലും അങ്ങനെ കുറേ മോഡൽസ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിങ്ങിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ തന്നെ ആണെങ്കിലും നമുക്ക് S20 FE എന്ന് പറയുന്ന മോഡൽ ഈ ഒരു റേഞ്ചിനെ കഴിഞ്ഞ് പ്രൈസ് റേഞ്ച് കുറച്ച് താഴെയാണ്. എന്നാൽ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ നല്ല ഒരു പ്രോഡക്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൻ്റെ പ്രോസസ്സറൊക്കെ വരുന്ന സമയത്ത് 865 ഒക്കെയാണ് വരുന്നത്, സ്നാപ്ഡ്രാഗണിൻ്റെ തന്നെ. അപ്പോൾ അത് കുറച്ചുകൂടെ ഇതിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ ഒരു പെർഫോമൻസിന് ഡിഫറൻസ് നമുക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു മോഡലിൻ്റെ, അതായത് ഗാലക്സി A73യുടെ ഒരു അഡ്വാൻറ്റേജ് പറയാനാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് നമുക്ക് 5 വർഷത്തേക്ക് കിട്ടും. അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും പറഞ്ഞ പോലെ 60 120 ആക്കാം. 120 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കും. വളരെ സ്പീഡായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിന് വരുന്ന ക്യാമറയുടെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം 108 മെഗാ പിക്സലാണ് വരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ S20 FEയുടെ ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് അത്രയും ക്യാമറയുടെ ഒരു സ്പെക്ക് വരുന്നില്ല. ഇതിന് 1080 ഉണ്ട് ക്യാമറയ്ക്ക് തന്നെ. പിന്നെയാണെങ്കിൽ ഇതിന് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇതിനകത്ത് അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ക്യാമറയിൽ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സ്റ്റെബിലൈസേഷൻ ആയിരിക്കും കിട്ടുന്നത്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമുക്കൊരു GoProയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ഷൻ ക്യാമറാസിലൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ഫീൽ, അല്ലെങ്കിൽ ആ ഒരു ഫീൽ തന്നെ നമുക്കിതിന് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത് ചാർജർ കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഞാൻ ഇത് കാണിച്ചില്ലായിരുന്നു. ഫാസ്റ്റ് ചാർജറാണ്, 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഇതിൽ വരുന്നത്. ഇതിനകത്ത് കേബിൾ അവൈലബിൾ അല്ല, ഇത്രേ മാത്രമേ ഉള്ളൂ കേബിൾ. പിന്നെ ഈ ഫോൺ മേടിക്കുന്ന കൂട്ടത്തിൽ അവർ തരുന്നുണ്ട് കേബിൾ. അത് നമുക്കറിയാവുന്ന പോലെ C to C ആണ് വരുന്നത്. ഇതും C ടൈപ്പ് തന്നെ
തന്നെയാണ് വരുന്നത്. അപ്പോൾ C2C ആണ് ഇതിൻ്റെ കേബിൾ വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഓഫർ നിലവിൽ ഞാൻ നോക്കിയപ്പം 30-ാം തീയതി വരെ മാത്രം നമുക്ക് ഇതിൻ്റെ ഓഫർ കാണിക്കുന്നുള്ളൂ. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇയർബഡ് മേടിക്കണം അല്ലെങ്കിൽ അത് മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എടുക്കുകയാണെങ്കിൽ അത് 30-ാം തീയതി വരെയാണ് അതിൻ്റെ ഓഫർ വരുന്നത്. അതായത് 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 8000 രൂപയുടെ പ്രോഡക്റ്റ്, അതായത് 7500 രൂപ ലാഭം കിട്ടുന്ന വലിയൊരു നഷ്ടമുള്ളൊരു കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 42,000 രൂപയുടെ ഫോണിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ കിട്ടുകയാണെങ്കിൽ ഒരു നഷ്ടവും പറയാനില്ല. അപ്പം ഞാൻ നോക്കിയെടുത്തോളം എല്ലാം കൊണ്ടും നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു.